നമസ്കാരം. നാളെ കേരളത്തിലെ ആദ്യത്തെ ജലോത്സവം ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. അതിന്റെ തലേദിവസം നമ്മുടെ ചമ്പക്കുളം മഠത്തിൽ ക്ഷേത്രത്തിലാണ് വള്ളസദ്യ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഇപ്പോൾ അപ്പുറത്തോ എവിടെയാണ്? ഇതിലാവോ? ഇങ്ങനെയാണോ പോണോ? കൂടുവാ ചേട്ടാ ഒറ്റ മിനിറ്റ്. കഴിക്കാനല്ലേ കഴിക്കാനാണെങ്കിൽ മോളെ ചേച്ചി ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. കഴിക്കാനല്ല, പെട്ടെന്ന് പോരും. പടിയുടെ നടുവിലങ്ങി ചെയ്താശു ചൊന്നാൽ മധുരതരമാകുമാ കറിയിങ്ങി വിളമ്പി എന്നാൽ മധുര മീനാക്ഷി തന്നെ കൃപയാലേ. നമസ്കാരം അമ്മ. അമ്മയുടെ പേര്? രാധാമണി. ഈ ചമ്പക്കുളം മൂലം വള്ളംകളി നാളെ അല്ലേ? ഇപ്പൊ വള്ളസദ്യ കഴിഞ്ഞു അല്ലേ? നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചമ്പക്കുളം മൂലം വള്ളങ്ങളെ കുറിച്ച് അമ്മയ്ക്ക് വല്ല അറിയോ? അമ്പലപ്പുഴ അമ്പലമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. അമ്പലപ്പുഴ അമ്പലം പണിതുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിഗ്രഹം ഒരു ഇതായിട്ട് പോയി. വിഗ്രഹത്തിന് കൊണ്ടുവരാൻ കുറിച്ചിയിൽ നിന്നാണ്. അന്നേരം അത് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പം കുറിച്ചിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു. അവര് പരിഹാരമായിട്ട് എല്ലാവരും കൂടെ പോയി വെള്ളത്തിൽ കൊണ്ടുവന്ന് ഞാൻ രാത്രി ഇരുട്ടായി മാപ്പിളശ്ശേരി കൊണ്ടുവന്ന് വെച്ചു. പള്ളി ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. പിന്നെ മഠത്തിൽ ഇവിടെ വന്ന് എല്ലാവരും കൂടെ കൂടി വള്ളത്തേൽ ആനയിച്ച് കൊണ്ടുവന്നത് കൊണ്ടാണ് മൂലം വള്ളംകളി. മൂലത്തിന്റെ ദിവസമായിരുന്നു. മൂലം ദിവസം നാളിന്റെ ദിവസമാണ് ഇറക്കി വെച്ചത്. ഇതല്ല, അങ്ങനെയാണ് അത് മൂലം പ്രസിദ്ധമായത്. മൂലം നാളില് മിഥുനത്തിലെ മൂലം. അപ്പോൾ നമ്മള് ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ വള്ളസദ്യ കണ്ടു. അതിനെക്കുറിച്ച് ചരിത്രം അറിയാവുന്നൊരു അമ്മ, നമ്മുടെ പേരെന്തായിരുന്നു? രാധാമണി അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഞാനൊരു വള്ളം പരിചയപ്പെടുത്തുകയാണ്. ആ വള്ളം ഏതാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിന്നൊരു അമ്മയുടെ നിന്നാണ് കുട മേടിച്ചത്. വള്ളത്തിനടുത്തേക്ക് പോകണം. ഏത് വള്ളമാണെന്ന് നിങ്ങളൊന്ന് പറയണം. ഇത് പുതുക്കിപ്പാണിത് വേറെ അല്ലേ? വേറെ പുതുക്കി പണിത് അല്ലേ? വേറെ പണിതു. ഇത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു വള്ളമാണ്. നമുക്ക് നോക്കാം ഏത് വള്ളമാണെന്ന് പറയണേ. ഉണ്ടോ? മൂന്നുണ്ടോ? ഉണ്ടോ? ഇത് ഏത് വള്ളമാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാവർക്കും അറിയാമായിരിക്കും. ചരിത്രം ഉറങ്ങുന്നൊരു വള്ളമാണ്.